ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലോൺലി റൂട്ട്സ്. കൊറിയയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് സിനിമകൾ, ഡ്രാമാസ് സൃഷ്ടിക്കാനായിട്ട് ഹോളിവുഡിന് മാത്രമല്ല കഴിയുക എന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരു കൊറിയക്കാരാണ്. വേൾഡ് ക്ലാസ് കാഴ്സ് സൃഷ്ടിക്കാൻ ജർമ്മനിക്കും അമേരിക്കയ്ക്കും ജപ്പാനും മാത്രമല്ല കഴിയുകയെന്ന് കാണിച്ചു തന്നവരാണ് കൊറിയക്കാർ. ഇതൊന്നും പോരാണ്ട് നല്ല നല്ല പാട്ടുകൾ സൃഷ്ടിക്കാൻ, നല്ല നല്ല ട്യൂൺസ് സൃഷ്ടിക്കാനായിട്ട് വേൾഡിൽ മറ്റുള്ളവരെക്കാളും ഒരുപടി മുന്നിലാണ് തങ്ങളെന്ന് കാണിച്ചു തന്നവരാണ് കൊറിയക്കാർ. അങ്ങനെ ഏതൊരു വിധത്തിലും കൊറിയക്കാർ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവർ ഒരു പടി മുന്നിൽ നിൽക്കണം എന്ന ആഗ്രഹമുള്ള ഒരു ജനതയാണ്. വളരെയധികം ഓപ്പണായിട്ടുള്ളൊരു ജനതയാണ് കൊറിയ എന്നുള്ള ഈ മായിക ലോകത്തൂടെ ഞാൻ നടത്തിയ കുറച്ച് യാത്രകളാണ് ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അവസാനത്തെ പാദത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ചുമ്മാ ഹോട്ടൽ റൂമിൽ ചൊറിയും കുത്തിയിരിക്കുന്ന ഒരു ശനിയാഴ്ച നമ്മുടെ ഫ്രണ്ട് സഞ്ജിൻ പാർക്ക് വന്നിട്ട് പറയുകയാണ്, നമുക്കിത് ആ കാണുന്ന മലയുടെ മണ്ടയ്ക്ക് ഒരു ട്രെക്ക് നടത്താം. ഞങ്ങളും പറഞ്ഞു ശരി. അങ്ങനെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് 637 മീറ്റർ ഉയരത്തിലുള്ള ചൊറേബുങ് എന്ന് പറയുന്ന മലയുടെ മുകളിലേക്ക് ഞങ്ങൾ ട്രെക്കിംഗ് ആരംഭിച്ചത്. പ്രൊഫഷണൽ യൂട്യൂബർ സഞ്ജന എന്നോട് കയറിപ്പോൾ പറഞ്ഞ മോനെ അവിനാശേ, ഇതത്ര എളുപ്പമല്ല കേട്ടാ, ട്രെക്കിംഗ് ആണ്. ഇപ്പോൾ ഞാൻ പിന്നെ ട്രെക്കിങ് ഞങ്ങളൊക്കെ എത്ര ട്രെക്കിങ് കണ്ടേക്കണമെന്ന് അറിയോ? താൻ ശബരിമല എന്ന് കേട്ടിട്ടില്ല? ശബരിമല എന്നൊക്കെ പറഞ്ഞ് ധൈര്യമായിട്ട് കയറി പോയതാ. ബാക്കി നിങ്ങൾ കാണും. ഇത് ഭയങ്കര ടഫാ, കുത്തനെയുള്ള കയറ്റം, റിയലി ഹാർഡ്. ഇത്തിരി ഹെവി ട്രെക്കിംഗ് ആണ്. അപ്പോൾ അവർ എന്നോട് മുമ്പേ നടക്കാൻ പറഞ്ഞപ്പോൾ ഞാനവരോട് പറഞ്ഞു, നിങ്ങൾ നടന്നു നോക്കോ, ഞാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. തിരിച്ചു പോയില്ല. കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ കയറാം. അതിനെങ്കിൽ തോറ്റു പിന്മടങ്ങിയാൽ ശരിയാവില്ലല്ലോ. നമ്മൾ ഇന്ത്യക്കാർക്ക് തന്നെ മോശമല്ലേ, എവിടം വരെ എത്താൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതാണ്ട് കുറേ ദൂരം പോയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വിഷമിച്ച് ക്ഷീണിച്ച് അവിടെ ഇരുന്ന് പോയതെന്ന്. അല്ല, ആദ്യത്തെ കയറ്റത്തിൽ ഞാനവിടെ ഇരുന്നു, അവരെല്ലാവരും നടന്നുപോയി. പക്ഷെ ഒരു കാര്യമുണ്ടായി, ആദ്യത്തെ കയറ്റത്തിൽ തന്നെ ഞാൻ എൻ്റെ ശാരീരിക ക്ഷമത മനസ്സിലാക്കി, അവർ മനസ്സിലാക്കിയില്ല. പിന്നീടുള്ള കയറ്റം മുഴുവൻ ഞാൻ ഒറ്റയ്ക്കാണ് കയറിയത്. അപ്പോൾ ആ കയറ്റത്തിനിടയിൽ ഞാൻ കണ്ട ഒരു ശവകുടീരം പോലെ തോന്നിക്കുന്ന ഒരു സംഭവമാണത്. പിന്നീട് കൂടെയുള്ളവർ പറഞ്ഞു തന്നത് ശവകുടീരം തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു തന്നു. നമ്മളിപ്പോൾ 408 മീറ്റർ ഹൈറ്റിലെത്തി. ഇതെല്ലാം ക്ലൈംബ് ചെയ്ത് പോയവർ കെട്ടിരിക്കുന്നു. അങ്ങനെ ഇവന്മാരുടെ കൂടെ എത്തി. ഇവരുടെ കൂടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ദുഃഖസത്യം മനസ്സിലാക്കുന്നത്. ആ ആദ്യത്തെ കയറ്റം കയറിയ ആവേശം മാത്രമേ ഇവർക്കും ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇവർ ഏതാണ്ട് 3-4 പ്രാവശ്യം ഇരുന്നിരുന്നാണ് പോകുന്നത്. ഹിമാലയത്തിൽ കൂടെ യാത്ര ചെയ്താലും ശരി, സ്വീഡനിൽ കൂടെ യാത്ര ചെയ്താലും ശരി, നമ്മൾ കാണുന്നത് മലമുകളിലുള്ള മരങ്ങൾ ഇങ്ങനെ നീളത്തിൽ നല്ല ഉയരത്തിൽ പോയിട്ട് അതുപോലുള്ള പൈൻ മരങ്ങളും ദേവദാരുക്കളൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ കൊറിയയിൽ ഒരു ഏരിയയിൽ മാത്രമേ പൈൻ മരങ്ങളുള്ളൂ. ബാക്കിയുള്ള ഏരിയയിൽ മുഴുവൻ പൈൻ മരങ്ങളാണെങ്കിൽ തന്നെയും അതിങ്ങനെ വളഞ്ഞു കുളഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് നന്നായിട്ടടിക്കും, നല്ല മഴയും പെയ്യും, നല്ല തണുപ്പുമായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മരങ്ങൾ സ്വയം കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് വളഞ്ഞു കുളഞ്ഞ് വളരുക. ഒരു മലയുടെ 3 ശിഖരങ്ങൾ കയറി ഇറങ്ങിയാണ് ഞങ്ങൾ അതിൻ്റെ സമ്മിറ്റിലെത്തിയത്. അപ്പോൾ ഈ മലകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ വരമ്പുകളിലാണ്. ആ വരമ്പുകളിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. 2 സൈഡിലും വലിയ കൊക്കകളും നടുക്ക് ചെറിയ വരമ്പുകളും. കണ്ടാൽ താഴ്ചയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭീതി ചെയ്യുന്ന വലിയ വരമ്പുകളും നടുക്ക് ചെറിയൊരു പാത. മലയുടെ മുകളിൽ കയറിയപ്പോഴാണ് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ ക്ഷീണിച്ച് ഞാൻ അവിടെ ഇരുന്ന് പോയിരുന്നെങ്കിൽ ഞാൻ എന്ത് മിസ് ചെയ്യുമായിരുന്നു എന്ന് മുകളിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ മനോഹരമായ കാഴ്ച. ഒരു പട്ടണം, ആ പട്ടണത്തിൻ്റെ മുകളിൽ നിറച്ച് മേഘങ്ങളിങ്ങനെ പടർന്നു കിടക്കുക. അതിൻ്റെ ഒരു ഭാഗത്ത് കൂടി സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ അരിച്ച് കീഴോട്ട് ഇറങ്ങുന്നു. അതായത് ഓരോ ദൈവത്തിൻ്റെ കൈകൾ പോലെ. എന്തൊരു ഭംഗിയായിരുന്നു ആ ഒരു കാഴ്ച, പറഞ്ഞറിയിക്കാൻ.
കയറിപ്പോയത് ഒരു വശത്ത് കൂടിയാണെങ്കിൽ ഇറങ്ങി വന്നത് വേറൊരു വശത്ത് കൂടിയാണ്. അത് കുറച്ചും കൂടെ ദുർഘടം പിടിച്ച പാതയായിരുന്നു. കയറിപ്പോകുന്നത് പിന്നെ എളുപ്പമായിരുന്നു, ഇറങ്ങി വരുന്നതായിരുന്നു ബുദ്ധിമുട്ട് ശരിക്കും. Sanjing seems happy. ഒരു വശത്ത് കടലും ഒരു വശത്ത് മലയും അതിൻ്റെ നടുക്ക് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കൊറിയ. അപ്പോൾ നമ്മൾ കൊറിയയിൽ പോകുമ്പോൾ സീ ഫുഡ് ട്രൈ ചെയ്യുന്നത് പോലെ തന്നെ വളരെ അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ട്രെക്കിങ്. ഈ ചങ്ങാതിയില്ലേ, ചങ്ങാതിയുടെ പുതിയ മോഡലാണ് ഞാൻ. Not a very good videographer. Yeah, you are the best videographer that I've seen. Yeah. മല ഇറങ്ങി വരുമ്പോൾ കണ്ടതാണ് കൊറിയൻ കൃഷിസ്ഥലങ്ങൾ. നൈസ്, ബ്യൂട്ടിഫുൾ. ചൊറേബോങ് എന്ന് പറയുന്ന ഈ മലയുടെ മുകളിലേക്ക് ഏകദേശം 15ഓളം പലതരത്തിലുള്ള ട്രെക്കിംഗ് ട്രെയിലുകൾ വന്ന് ചേരുന്നുണ്ട്. അതും തേഗുവിൻ്റെ പല ഭാഗത്തു നിന്നും. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിൽ കണ്ട ഒരു ചെറിയ ബുദ്ധിസ്റ്റ് ടെമ്പിളാണത്. കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ഇറ്റ് വാസ് എ ഡേ വെൽ സ്പെൻഡ്. സോളിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. പക്ഷേ ഒരു സോളിൻ്റെ ഒരു സിമ്പിൾ, അതായത് മോഡേൺ സോളിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നതാണ് ലോട്ടെ ടവർ. ലോട്ടെ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ ടവറാണ്. 556 മീറ്ററാണ് അതിൻ്റെ ഉയരം. 123 നിലകളാണ് അതിനുള്ളത്. ലോട്ടെ ടവറിൻ്റെ മുമ്പിൽ 2 തടാകങ്ങളും അതിൻ്റെ നടുക്ക് ഒരു ചെറു ദ്വീപിൽ ഒരു ചെറിയ തീം പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മോഡേൺ സോളിൻ്റെ സെൻറ്ററായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് വന്നിരിക്കുകയാണ്. ഞാനവിടെ രാവിലെ ഒരു 10 മണിക്ക് എത്തി. പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഈ വിസിറ്റേഴ്സിന് വേണ്ടി ഓപ്പൺ അല്ലാതിരുന്ന കാരണം ഞാൻ പതുക്കെ തടാകത്തിന് സൈഡിൽ കൂടെ നടക്കാം എന്ന് തീരുമാനിച്ചങ്ങോട്ട് ഇറങ്ങി. ഇതിൻ്റെ ചുറ്റും ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ഒരുപാട് പേര് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. രസകരമാണ് ഈ ഏരിയ കാണാനായിട്ട്. വളരെ ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പോകുന്നത് ലോട്ടെ സോൾ സ്കൈ കാണാനാണ്. ഇറ്റ്സ് ബിറ്റ് കോസ്റ്റ്ലി ഐ ഗെസ്, ബട്ട് യാ സോൾ വരെയും വന്നിട്ടത് കാണാതെ പോകുന്നത് നഷ്ടമായിരിക്കും എന്ന് കരുതി. ലോട്ടെ ടവറിൻ്റെ 117ാമത്തെ നില മുതൽ 123ാമത്തെ നില വരെ അറിയപ്പെടുന്നത് സോൾ സ്കൈ എന്നാണ്. അതാണ് വിസിറ്റേഴ്സ് ലോഞ്ച്. അവിടെ ചെന്നതിനാൽ നമ്മൾ സോളിൻ്റെ ഒരു വിഹക വീക്ഷണം, അതായത് 4 പാടുന്നുള്ള സോളിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടും. ഈ ചെറിയ വീട് പണിതിരിക്കുന്നത് ഈ ലോട്ടോ ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച കോൺക്രീറ്റ് വെച്ചിട്ടാണ് അത്ര. നൈസ് അല്ലേ? 스카이 셔틀 초속 10m 속도로 이동하시겠습니다. 한국의 중 speeds of 10 meters per second on our sky shuttle. At the heart of South Korea, we hope you enjoy Seoul's breathtaking cityscape as well as our landmark building. 걸 환영합니다. Welcome to a whole new world in the sky.
합차 부탁드리겠습니다. 환영합니다. 하늘 위에 새로운 세상. Thank you. 자리에 앉아서 걸러내주세요. ആദ്യം തന്നെ ഒരു സിനിമാ പ്രദർശനം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീധർ തിയേറ്ററിൻ്റെ സ്ക്രീൻ പൊങ്ങുന്നത് പോലെ ഒരു സൗണ്ടിലൊരു സൗണ്ട്. 영상 관람 끝났습니다. 나가서 관람하시면 됩니다. Thank you. ഈ ബിൽഡിങ്ങിൻ്റെ 4 പാടും ഒബ്സർവേഷൻ ഡെക്സാണ്. അപ്പോൾ സോളിൻ്റെ 4 വശത്തു നിന്നുമുള്ള കാഴ്ചകൾ നമുക്ക് ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. വളരെ മനോഹരമാണ് കാഴ്ചകൾ, അത് പറയാതിരിക്കാൻ വയ്യ. ഇതൊന്നും കൂടാതെ ഒരു ഗ്ലാസ് ഫ്ലോർ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രോഫോബിയ ഉള്ളവർക്ക്, അതായത് ഉയരത്തിന് പേടിയുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ സിമ്പിൾ എന്ന് പറയുമ്പോഴെങ്കിലും തൊട്ടടുത്ത് ചെല്ലുമ്പോൾ നമുക്കങ്ങോട്ട് നടന്ന് ചെല്ലാൻ കഴിയില്ല. സോളിൻ്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന ഈ ഒരു നദിയുടെ പേരാണ് ഹാൻ റിവർ. ഈ റിവറിൻ്റെ ഫുള്ള് കാഴ്ച നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാം. ലോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ ലോട്ടെ ചോക്കോപ്പായി ഒക്കെ ഉള്ള കമ്പനിയില്ലേ, ആ സംഭവം തന്നെയാണ് ഈ ലോട്ടെ. അവർ തന്നെയാണ് ഈ ബിൽഡിംഗ് വിടുന്നത്. ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഏജൻസോ വലിയ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സാണ് ലോട്ടെ. നമ്മളവിടെ ചോക്ലേറ്റ് പൈ തിന്നുന്നു, ഇവിടെ ഒരു ബിൽഡിംഗ് പണിയുന്നു. ഇവിടെ ബിൽഡിംഗ് പണിയുന്നു, നമ്മളവിടെ ചോക്ലേറ്റ് പൈ തിന്നുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സോളിൻ്റെ പുതുമയാണ് കണ്ടതെന്നുണ്ടെങ്കിൽ സോളിൻ്റെ പഴമ കാണാനാണ് പിന്നീട് ഞാൻ പോയത്. അതിന് നേരെ ബുക്ചോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു. അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള കൊറിയൻ വീടുകളെ നമ്മൾ സാധാരണ ഹാനോക്ക് എന്നാണ് പറയുന്നത്. 600 വർഷം വരെ പഴക്കമുള്ള ഹാനോക്കുകളുള്ള ഒരു സ്ഥലമാണ് ബുക്ചോൺ ട്രഡീഷണൽ വില്ലേജ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നീട് പോയത്. കൊറിയ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. അതായത് യൂറോപ്പിൽ കാണുന്നത് പോലെ പരസ്യമായിട്ടുള്ള ചുംബനങ്ങളോ അങ്ങനെയുള്ള ഇതൊന്നും അവർ അനുവദനീയമല്ല, അവർ ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ ഇതുപോലെ കൈകോർത്ത് പിടിച്ച് നടക്കുന്ന കപ്പിൾസിനെ ഒരുപാട് നമുക്ക് കൊറിയയിൽ കാണാം. വളരെ സ്നേഹത്തോടെ ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ ഒട്ടി ഇങ്ങനെ നടക്കുന്നത് കാണാം. വളരെ രസകരമാണ് അവരുടെ ആ ഒരു സ്നേഹപ്രകടനം കാണാനായിട്ട്. മോഡേൺ ആയിട്ടുള്ള ഒരു ടൗൺ സെൻറ്ററിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഈ ബുക്ചോൺ വില്ലേജിലേക്ക്. പക്ഷേ നമ്മൾ നടന്നങ്ങോട്ട് എത്തും തോറും നമുക്ക് മനസ്സിലാവും ആ ബിൽഡിങ്ങുകളുടെ പഴമ അങ്ങനെ കൂടി ഇങ്ങനെ വരും. പിന്നീട് ബിൽഡിങ്ങുകളൊക്കെ കാണാൻ റോഡുകളെല്ലാം ചെറുതാവും, വീതി കുറയും, ഇടവഴികളുടെ വീതി കുറയും, ബിൽഡിങ്ങുകളൊക്കെ ചെറുതാവും, കാണാൻ നല്ല കുറച്ചും കൂടെ ഭംഗിയാണ് ആ ഭാഗങ്ങളെല്ലാം. കൊറിയയിൽ വന്നു കഴിഞ്ഞാൽ സോളിലെ മസ്റ്റ് സീ പ്ലേസസിലൊന്നാണ് ബുക്ചോൺ ഹെറിറ്റേജ് വില്ലേജ്.
അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. എവിടെയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം സബറോം കി ജിന്ദഗി ജോ കവി നഹി ഖതം ഹോ ജാത്തി ഹൈ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നടക്കന്നെ. എവിടെയെങ്കിലും എത്തി ഇല്ലേ ഇപ്പം എന്ത് ചെയ്യാനാ, നോക്കാം. സത്യം പറഞ്ഞാൽ ബുക്ചോൺ ഹെറിറ്റേജ് വില്ലേജിൽ വന്നത് എനിക്ക് വളരെ മസ്റ്റ് സീ പ്ലേസസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ നിരാശയാണ് തോന്നിയത്. കാരണം പഴയ ബിൽഡിങ്ങുകൾക്ക് ചുറ്റും മതിൽ കെട്ടി അവർ സംരക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ബിൽഡിങ്സ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. വളരെ ചുരുക്കം ബിൽഡിങ്സേ കാണാൻ കഴിയുള്ളൂ. നമുക്ക് ഇടവഴികളിലൂടെ കൂടെയൊക്കെ പോകാം, കുറച്ച് ഡോഴ്സ് കാണാം, കുറച്ച് ബിൽഡിങ്ങുകളുടെ ജനലുകൾ കാണാം, വാതിലുകൾ കാണാം എന്നല്ലാതെ വ്യക്തമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രവും അതിൻ്റെ ഒരു നിർമ്മാണ രീതിയൊന്നും അങ്ങോട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു രീതിയിലല്ല ഈ ബുക്ചോൺ ഹെറിറ്റേജ് വില്ലേജ് പണിതിരിക്കുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്നിട്ട് ഒരു കടയിൽ കയറി ഒരു ചെറിയ പെർഫ്യൂം മേടിച്ചു, കൊറിയൻ പെർഫ്യൂം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇവിടെ തൊട്ടടുത്ത് ബെയ്ക്കിൻജെ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അത് പോയി കാണുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ട്രാവൽ ലിസ്റ്റിൽ അതും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലല്ലോ, ഞാൻ നടന്നു പോകാൻ അങ്ങനെ തീരുമാനിച്ചു. ഇവരുടെ ഹാനോക്ക് എന്ന് പറയുന്ന ട്രഡീഷണൽ ഹൗസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ സോൾ മ്യൂസിയം ഓഫ് ഹിസ്റ്ററി. നമുക്ക് ഫ്രീ ആണ് അത്ര ഇവിടെ എൻട്രി. അത് നല്ലൊരു കാര്യമാണ്, വലിയ കാശ് ചിലവില്ലാണ്ട് പരിപാടി നടക്കും. ഈ ഹൗസ് 1913 ഹാൻ സാങ്യവും പണിതാണ്. 1928 കൈമാറി. ഓക്കെ, ഫൈനൽ ഓണർ ഡോക്ടർ ബെയ്ക്ക് ഇൻ ജെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അത്ര ഇപ്പോൾ. നൈസ്. Whoa, you should see this. കൊറോണ ആയത് കാരണമാണെന്ന് തോന്നുന്നു അധികം തിരക്കൊന്നും കണ്ടില്ല. നമ്മുടെ ചുരുക്കി പറഞ്ഞ സോളിലെ വൈക്കാശ്ശേരി മനയാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലുള്ളൊരു നിർമ്മിതിയാണ്, വളരെ മനോഹരമായിട്ടുള്ളൊരു നിർമ്മാണ ശൈലിയാണ് അവരുടെ ഹാനോക്കിൻ്റേത്. തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടംപോലെ കാറ്റും വെളിച്ചവും കയറാൻ പാകത്തിനുള്ള ഒരു നിർമ്മിതി. ശരിക്കും നമ്മുടെ നാട്ടിലൊരു പഠിപ്പുറ സെറ്റപ്പ് പോലെ ഇല്ലേ? ഓ
കൊറിയൻ ഹാനോക്കുകളിൽ എല്ലാവർക്കും പ്രത്യേകം മുറികളുണ്ട്. പുറത്തുള്ള, അതായത് ഈ നാലുകെട്ടിന് തൊട്ട് പുറത്തുള്ള മുറി, ഈ ഒരു മുറി ഗൃഹനാഥൻ്റെ മുറിയാണ്. അതുപോലെ പ്രായമായ ആൾക്ക് ഇതൊരു അമ്മുമ്മയ്ക്ക് താമസിക്കാനുള്ള മുറിയാണെന്ന് പറയുന്നു. അതുപോലെ വീട്ടിലെ സ്ത്രീകൾക്ക് വേറെ മുറികളുണ്ട്. സ്ത്രീകൾക്ക് മറ്റ് സ്ത്രീകളോട് സംസാരിക്കാൻ പാകത്തിനുള്ള ഹാളുകൾ വേറെയുണ്ട്. ഗൃഹനാഥന് മറ്റ് പ്രമാണിമാരായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഹാളുകൾ വേറെയുണ്ട്. എല്ലാത്തിനും പ്രത്യേകം അറകൾ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ പഴയകാലത്തുള്ള എല്ലാ നാട്ടിലെയും പോലെ തന്നെ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു രീതിയാണ്, കൺസ്ട്രക്ഷൻ രീതിയാണ് ഇവരുടേത്. അങ്ങനെ ഞാൻ ട്രഡീഷണൽ വില്ലേജായ ബുക്സോൺ ഹാനോക്കിൽ നിന്ന് ബെക്കിൻജെ ഹൗസിൽ വന്നു. അവരുടെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിയമാണ്. അവിടുത്തെ അവർ പറഞ്ഞതനുസരിച്ച് യോഗിയസ ടെമ്പിളിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് യോഗിയസ ടെമ്പിൾ. 19 മിനിറ്റ് എടുക്കും. ലെറ്റ്സ് ഗോ. കൊറിയയിലെ ബുദ്ധിസത്തിൻ്റെ കേന്ദ്രമാണ് ജോഗ്യേസ ടെമ്പിൾ. ജോഗ്യെ ബുദ്ധിസ്റ്റ് ലീനേജിൻ്റെ സെൻറ്ററാണ് ജോഗ്യേസ ടെമ്പിൾ. ജോഗ്യെ എന്ന് പറയുന്നത് നമ്മുടെ തേരവാദ, അതുപോലെ തന്നെ വജ്രായനം, അതുപോലുള്ള ഓരോ ലീനേജ് ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ലീനേജിൻ്റെ ഒരു സെൻറ്ററാണ് ജോഗ്യേസ ടെമ്പിൾ. കൊറിയയിലെ ഏറ്റവും പഴയ ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് ജോഗ്യേസ ടെമ്പിൾ. അത് 1395 പണിയിച്ചാണ്. മന്ത്രജപങ്ങളൊക്കെ ഏകദേശം നമ്മുടെ ആ ഒരു ഹിന്ദുയിസം ആ ശൈലി, ആ ഒരു രീതി അതല്ലെങ്കിലും ആ ഫോളോ ചെയ്യുന്ന ആ ഒരു മാർഗ്ഗമെല്ലാം ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. നേരത്തെ കണ്ട ദ്വാരപാലക വിരൂപാക്ഷന് അവിടെ പൂക്കളും അതുപോലെ തന്നെ വെള്ളമൊക്കെ തുറന്നു വച്ചിരിക്കുന്നു. ഇത് കൊറിയയിലെ ഏറ്റവും പഴയ പോസ്റ്റ് ഓഫീസാണ്. 1880 പണി കഴിപ്പിച്ചത്രേ. ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം കൊറിയയിലെ മസ്റ്റ് സീ പ്ലേസസിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ ഇൻസാഡോങ് ഷോപ്പിംഗ് സ്ട്രീറ്റ് വരെ. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ കൊറോണയുടെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു, വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കടകളെല്ലാം തുറന്നിരിക്കുന്നുണ്ട്, പക്ഷേ റോഡിലെല്ലാം വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് കൊറോണ കാരണമായിരിക്കണം. ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്നാണ് പേരെന്നുണ്ടെങ്കിലും സാധനങ്ങൾക്ക് വലിയ വിലക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നോക്കുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഏകദേശം അതേ പുറത്ത് കിട്ടുന്ന അതേ വിലയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ നിന്നാണ് കുറേയധികം സ്വീറ്റ്സ്, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇട്ടിരുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം, സ്ട്രീറ്റ് ഫുഡെല്ലാം കുറേ ഞാൻ ഇവിടെ നിന്നാണ് കഴിച്ചത്, ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന്. ഇതൊക്കെ ഈ സ്ട്രീറ്റ് അതിന് വളരെ പേരുകേട്ടതാണെന്നാണ് പറയുന്നത്. ഈ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അരമണിക്കൂർ ഞാൻ തപ്പിയിട്ടും കടക്കാരനെ കണ്ടില്ല. അപ്പോൾ പിന്നെ ഞാനതോടെ വച്ചിട്ട് ഞാൻ പോയി. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക?
ഇങ്ങനെ മെയിൻ സ്ട്രീറ്റ് മാത്രം നടന്നാൽ പോരല്ലോ. അങ്ങനെ ഞാനൊരു കൊച്ചു ഇടവഴിയിലേക്ക് കയറി. ഇടവഴിയിലേക്ക് കയറുമ്പോഴും ഇതേപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ക്യൂരിയോസും അതും ഇതും എല്ലാം വിൽക്കുന്ന കടകളുണ്ട്, പല പല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കൊറിയൻ ഭക്ഷണത്തിനോട് വഴിയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കാൻ അത്ര താല്പര്യം തോന്നാഞ്ഞത് കാരണം ഞാൻ പിന്നെയും നടന്ന് ഈ വഴി ഒരു ചെറുതായി എനിക്ക് നടക്കാൻ പാകത്തിന്, അതായത് ഒരാൾക്ക് നടക്കാൻ പാകത്തിനുള്ള വീതിയായി. അവസാനം ഒരു സ്ഥലത്തുകൊണ്ട് അവസാനിച്ചെടുത്തുനിന്ന് ഞാൻ തിരിച്ചു കിടന്നു. അതല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല എന്ന് തന്നെ കാര്യം. അങ്ങനെ 25 ദിവസത്തിന് ശേഷം നമ്മൾ ഈ ഹോട്ടൽ മുറിയുടെ വിട പറയുകയാണ്. ഇത് ഞാൻ കൊറിയൻ എയർപോർട്ടിൽ കണ്ട ഒരു പ്രത്യേക ജീവിയാണ്. എന്നെ കണ്ടപാടെ ഓടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ ക്യാമറ പിടിച്ചിരിക്കുന്ന കാരണം അത് എന്നോട് ചോദിച്ചു, എൻ്റെ ചേട്ടാ എൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണോ? അതിനെ കണ്ട വഴി ഞാൻ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ 25 ദിവസത്തെ കൊറിയൻ വാസത്തിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് സ്വീഡനിലേക്ക് പറന്നു. അപ്പോൾ നമ്മുടെ കൊറിയൻ യാത്രാ ഡയറീസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വേറൊരു പുതിയ അഡ്വഞ്ചറായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും വണക്കം.